എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒരു കലാകാരനെയാണ്, കാവാലം സ്വദേശിയായ ശ്രീനാഥ്. അദ്ദേഹം ഒരു മൃദംഗ കലാകാരനാണ്. എന്നാൽ അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കരവിരുതിൻ്റെ പേരിലാണ്. പരിസ്ഥിതി സൗഹൃദ വിവാഹ വേദികൾ ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ശ്രദ്ധേയനാകുന്നത്. അതോടൊപ്പം തടി, കച്ചി ഒക്കെ ഉപയോഗിച്ചുള്ള ഒരുപാട് ആർട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പം തോല, വാഗപ്പൂ തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അടുത്തിടെ ഒരു വിവാഹ നിശ്ചയ ചടങ്ങിനൊരുക്കിയ ഒരു വേദി നമുക്കൊന്ന് കാണാം. ഒപ്പം അദ്ദേഹം ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച കാര്യങ്ങളെ ഒക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇതാണ് ശ്രീനാഥ്. നമസ്കാരം. നമസ്തേ. എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനായിട്ട് ഉപയോഗിച്ചത് പ്രധാനമായിട്ട്? ഇപ്പോൾ ഈ നിശ്ചയത്തിൻ്റെ വേദി ചെയ്തത് ശരിക്കും നമ്മൾ കുരുത്തോല, ഓല, വാഗപ്പൂ ഇത് മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഒരു സാറിൻ്റെ മകളുടെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു, നിശ്ചയത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ 2 സഹായികളുണ്ടായിരുന്നു. അത് കൈനടി ഉള്ളൊരു ചേട്ടൻ ഷിജോമോ എന്ന് പറഞ്ഞ ചേട്ടൻ, പിന്നെ നമ്മുടെ ഒരു ശിഷ്യൻ ആദർശം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആണിത് ചെയ്തത്. അപ്പം കുരുത്തോല നമുക്ക് എത്രത്തോളം ഭംഗിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഞങ്ങളത് ചെയ്തപ്പം ശരിക്കും നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിൻ്റെ ഏറ്റവും പൂർണ്ണതയെന്ന് പറയുന്നതിൻ്റെ ആൾക്കാർ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ അത് ഞങ്ങൾക്കത് നല്ലൊരു റിസൾട്ട് കിട്ടി. അപ്പോൾ ഞങ്ങളൊരു 2-3 വർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ എങ്കിലും അതിൽ ഏറ്റവും ഞങ്ങൾക്ക് സന്തോഷം തോന്നിയത് ഇത് ഒന്നും ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ളൊരു സാധനമില്ല. എല്ലാം പ്രകൃതിയിൽ നിന്ന് എടുത്ത വസ്തുക്കൾ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ വാങ്ങിക്കുന്ന പൂവിനേക്കാളും ഭംഗി നമ്മുടെ വാഗപ്പൂവിനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു ദിവസമാണ്. കാര്യം ഏറ്റവും ഭംഗിയായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പം അത് എടുക്കുന്ന സമയം നമുക്ക് വർക്ക് വളരെ ലളിതമായിട്ട് തോന്നിയെങ്കിലും ആ 2 മൈൽ ഉണ്ട്. അത് ശരിക്കും ഞങ്ങളൊരു 14 മണിക്കൂർ ഞങ്ങൾ 4 പേര് കണ്ടിന്യൂസ് മെനക്കെട്ടിട്ടാണ് ആ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 5000 സ്റ്റാപ്ലറിൻ്റെ പിന്നാണ് ഒരു മൈലിനകത്ത് കയറിയിരിക്കുന്നത്. അപ്പോൾ അത് നല്ല ഹെവി വർക്ക് തന്നെയാണ്. പിന്നെ അതിനകത്തൊരു സന്തോഷം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അന്ന് കല്യാണത്തിന് അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വേറൊരു കല്യാണം ഉണ്ടായിരുന്നു. അതിൻ്റെ ഡെക്കറേഷൻകാർ വരെ വന്നിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഒത്തിരി പേര് നല്ല രീതിയിൽ അഭിപ്രായം പറയും നമ്മളോട്. പിന്നെ സ്റ്റേജുകൾ ഇനിയും കുറച്ചൊന്ന് 2 വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ നിശ്ചയത്തിന് തന്നെ നമുക്ക് കല്യാണത്തിൻ്റെ വർക്കായിട്ടുണ്ട്. പിന്നെ കുറേ പേര് ഇപ്പം കണക്ട് ചെയ്തു, ആ ഫോട്ടോസൊക്കെ കണ്ടിട്ട് വർക്കിന് വിളിച്ചിട്ടുണ്ട്. അപ്പം വർക്കുകൾ വരുന്നുണ്ട്. ഇച്ചിരി ഹെവിയാണ് സാധനം, എങ്കിലും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അത് എത്രയും സാധാരണ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പുകളൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ധാരാളിത്തം, പിന്നെ ആളുകൾ ഇത് പെട്ടെന്ന് അവരെ ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വർക്ക് വളരെ പൂർത്തിയാക്കി കൊടുക്കും. ഇതിനൊരുപാട് താമസം എടുക്കുകയല്ലേ? വർക്ക് ചെയ്യാൻ താമസമുണ്ട്. നമുക്ക് മെറ്റീരിയൽ കളക്ട് ചെയ്യാനും കുറച്ച് പണിയാണ്, എങ്കിലും നമുക്ക് വർക്ക് ചെയ്തെടുക്കുന്നതിനാണ്. കാര്യം ഇപ്പോൾ ഈ ഓരോ ഷേപ്പിൽ നമ്മൾ അത് കുത്തിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു താമസം എന്തായാലും ഉണ്ട്. ഓരോ ചടങ്ങിനും അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഒരു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വർക്ക് ചെയ്താൽ അത് 2-3 വർക്കിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇത് ഒരു വർക്ക് അത് ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പഠിപ്പിച്ചാണോ അതോ സ്വന്തമായിട്ട് ചെയ്തത്? ഇത് പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും അതും കാവാലം തന്നെയാണ്. കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ കൂടെ ഞാനിവിടെ ഒരു കലാക്ഷേത്രം നടത്തുന്നുണ്ട്. അപ്പം സാറിൻ്റെ കൂടെ കുരുന്നുകൂട്ടം ആദ്യത്തെ തൊട്ടേ ഞാനുണ്ടായിരുന്നു. പിന്നെ സാറിൻ്റെ കൂടെ കുറച്ച് നാൾ എനിക്ക് സഞ്ചരിക്കാൻ പറ്റി. അപ്പം സാറിൻ്റെ ശൈലിയാണ്, സാറിൻ്റെ നാടകത്തിൻ്റെ നമ്മൾ നാടകോത്സവമൊക്കെ നടത്തിയപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുരുത്തോലയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തിടയിൽ നമുക്ക് 1-2 വേദികൾ കിട്ടി. അപ്പോൾ എൻ്റെ ഒരു ശൈലി എന്നുള്ള രീതിയിൽ ഉപയോഗിച്ച് നോക്കിയാണ്. പക്ഷേ ഏതായാലും ഭംഗിയായി. ഇപ്പം കുറേ വർക്കുകൾ വരുന്നുണ്ട്. ശ്രീനാഥ്, ഇത് കൂടാതെ ചിരട്ടയിലും മറ്റും കുറേ സാധനങ്ങളാണ്. ഞാൻ എല്ലാം എനിക്കും എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണം എന്നുള്ളൊരിതാണ്. അപ്പം ചിരട്ടയിൽ, അതുപോലെ കച്ചിയിലും ചിരട്ടയിലും തടിയിലും ഒക്കെ പിള്ളേർക്ക് വേണ്ട ടോയ്സ്, പിന്നെ കരകൗശല വസ്തുക്കൾ, ഗിഫ്റ്റ് ഐറ്റംസ് അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ കച്ചിയാണെങ്കിൽ നമ്മൾ അത് ഷീറ്റാക്കി എടുത്തിട്ട് ഓരോ ദൈവങ്ങളുടെ ഫോട്ടോസായിട്ടും പിന്നെ ഗിഫ്റ്റ് കാർഡുകൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ചിരട്ടയിലാണ് കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അത് കുറേ ടോയ്സുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം പെൻ ഹോൾഡർ, അങ്ങനെ കരകൗശല വർക്കുകൾ തടിയുടെ ഉണ്ട്. തടിയുടെ ഇപ്പം അച്ഛന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മൾട്ടിപർപ്പസ് ആയിട്ടുള്ള കുറച്ച് വർക്കുകളുണ്ട്. അത് ഈ ചിരവ, മറ്റേ സെറ്റി പോലുള്ള സാധനങ്ങൾ കട്ടിലാക്കാവുന്ന അങ്ങനെയുള്ള വർക്കുകളും ചെയ്യുന്നുണ്ട്. ഈ പരിസ്ഥിതി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി തന്നെ ഇറങ്ങുന്നതിലുപരി എൻ്റെ ജീവിതം തന്നെ ഈ പരിസ്ഥിതി ആ രീതിയിലോട്ടാണ് ഉപയോഗപ്പെടുത്തിയത്. എനിക്ക് ഈ ബാഡ്ജുകളും മറ്റുമൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ 2017 അസംഷൻ കോളേജിലൊരു MSWൻ്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്.
അന്നത് അതിൻ്റെ ബാഡ്ജായിട്ട് ഉപയോഗിച്ചത് നമ്മുടെ ആലില, അതിൻ്റെ സ്കെൽറ്റൻ എടുത്തിട്ട് അത് വീണ്ടും അതുപോലെ തന്നെ പെയിൻ്റ് അടിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ബാഡ്ജായിട്ടും, പിന്നെ അന്ന് ചെയ്ത വർക്കുകളെല്ലാം അതിൻ്റെ പേരെഴുതിയതും എല്ലാം അന്നും കുരുത്തോലയും ഓലകളും ഒക്കെ തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആ ബൊക്കയൊക്കെ ആണെങ്കിലും നമ്മുടെ നെൽക്കതിര്, അപ്പം അങ്ങനെ എല്ലാം പ്രകൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കുറേ ഇവൻറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം. അപ്പം അങ്ങനെ പോകുന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് ശ്രീനാഥിൻ്റെ ഇത്തരം ഒരു വേദി നിങ്ങൾക്ക് ഒരുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാനുള്ള നമ്പർ നമ്മൾ ഇതോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.